അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും പടച്ചവനെ ഇഴജന്തുക്കളും എല്ലാം അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ കാണുന്ന ഭൂമിയുണ്ടല്ലോ, ആകാശമുണ്ടല്ലോ, സൂര്യനുണ്ടല്ലോ, ചന്ദ്രനുണ്ടല്ലോ, നക്ഷത്രങ്ങളുണ്ടല്ലോ, പടച്ചവനെ നാൽക്കാലികളുണ്ടല്ലോ, വൃക്ഷങ്ങളുണ്ടല്ലോ, ഇഴജന്തുക്കളുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനെ വഴിപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വകസീറും മിനന്നാസ്, ജനങ്ങളിലധികം പേര് പടച്ചവനെ അവരും അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ സുജൂദ് ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ സുജൂദ് ചെയ്യാത്ത എന്താണ് ഈ ദുനിയാവിലുള്ളത്? എല്ലാം അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ. മഹാനായ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ ദർ ഹീന അറബത്തി ശംസു തദ്രി ഐന തദ്ഹബു ഖുൽതു അല്ലാഹു വറസൂലുഹു അലം. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട്, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്, ആ അസ്തമിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന, അബൂദറേ, ഈ സൂര്യൻ എവിടെയാണ് പോകുന്നതെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു വറസൂലുഹു അലം. നബിയേ, എനിക്കറിയില്ല നബിയേ. അവിടെന്ന് പറഞ്ഞു തന്നാലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പടച്ചവനെ, സൂര്യൻ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിന്റെ അധിപനായ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന് ഈ കാണുന്ന സൂര്യൻ അവിടെന്ന് സുജൂദ് ചെയ്യുന്നുണ്ട്. അത് അല്ലാഹുവിനെ സുജൂദ് ചെയ്യും, തിരിച്ചു വരുമെന്ന് നബി തങ്ങൾ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് തവഅൻ വകർഹൻ വദിലാലുഹും ബിൽ ഉദൂവി വൽ അസാ. പരിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾ, സൂര്യൻ മാത്രമല്ല, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. വന്നജ്മു വസ്സജറു യസ്ജുദാ. പടച്ചവനെ, വൃക്ഷങ്ങളും അതുപോലെ തന്നെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും, എന്തിനാ മലക്കുകൾ പോലും, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ മലക്കുകൾ, ആ മലക്കുകൾ പോലും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂന വലഹു യസ്ജുദൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പടച്ച റബ്ബിനെ അവിടുന്ന് സുജൂദ് ചെയ്യുകയാ. എല്ലാവരും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബിനെ സുജൂദ് ചെയ്യാത്ത ഒരു ചരാചരവും ഈ ഭൂമിയിലില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളോട് പറയുകയാണ്, എല്ലാവരും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. മലക്കുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, ആകാശ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്, ഭൂമിയിലെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. നമ്മളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യണേ, നമ്മളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എല്ലാവരും സുജൂദ് ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് 5 നേരം നിസ്കരിക്കുമല്ലോ, അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കുമല്ലോ. അതുപോലെ ദുആ നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, തസ്ബീഹ് നിസ്കരിക്കുന്നവർ, പടച്ചവനെ ഒരുപാട് നിസ്കാരങ്ങൾ ഞാനും നിങ്ങളും നിസ്കരിക്കുമല്ലോ. എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്.
എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യന് സുജൂദ് ചെയ്താൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ സഹോദരാ? സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ പ്രതിഫലം പഠിച്ചിട്ട് വേണം നീ സുജൂദ് ചെയ്യാൻ. ഇന്നുവരെ ചെയ്തതുപോലെയല്ല, ഇന്നുവരെ ചെയ്തതുപോലെയല്ല. പടച്ചവനെ, നാളെ സുബഹിക്ക് മാണിക്കോത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, നാളെ രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമല്ലോ, പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ, നിങ്ങളെ വീട്ടിൽ നമസ്കരിക്കുമല്ലോ. പടച്ചവനെ, നമസ്കരിക്കുന്ന സമയത്ത് ഇന്നുവരെ സുജൂദ് ചെയ്തതുപോലെയല്ല. ഒരാള് സുജൂദ് ചെയ്താ അല്ലാഹുവിന്റെ മുന്നിൽ ആരെങ്കിലും സുജൂദ് ചെയ്താൽ ആ സുജൂദ് ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഒരാള് സുജൂദ് ചെയ്താൽ അല്ലാഹു അവന് 10 പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, പടച്ചവനെ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, അല്ലാഹു അവന്റെ മുഖത്ത് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിന്റെ അടയാളം ഒരു മനുഷ്യന്റെ മുഖത്ത് കാണാമടോ. 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ചറപ്പിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ പടച്ചവനെ, സുജൂദിന്റെ അടയാളം കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ വാപ്പമാര് ചിന്തിക്കുന്നു, ഉസ്താദേ, ഞാൻ ഒരുപാട് കാലം കൊണ്ട് നിസ്കരിക്കുകയാണ്, എന്റെ മുഖത്ത് തഴമ്പില്ലല്ലോ, എന്റെ മുഖത്ത് എന്റെ നെറ്റിത്തടത്തിൽ തഴമ്പില്ലല്ലോ. പടച്ചവനെ, അതല്ലടോ സുജൂദിന്റെ അടയാളം. സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞ പടച്ചവനെ, ഈമാനിന്റെ ഒരു പ്രകാശമുണ്ടല്ലോ, ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ടല്ലോ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാ ചെറുപ്പക്കാരാ, അവരെ കാണുമ്പോ തന്നെ അറിയാ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ വല്ലാത്ത ഒരു പ്രകാശമാണ്, ഈമാനിന്റെ ഒരു ചൈതന്യമുണ്ടല്ലോ. പടച്ചവനെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സുബഹി നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ തിരിച്ചറിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എടോ, സുബഹി നമസ്കരിച്ച ഒരു ദിവസം നീ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്റെ മുഖമൊന്ന് നോക്ക്, ഒരു വല്ലാത്ത പ്രകാശമാണ്. കാണുന്നവരൊക്കെ ചോദിക്കുന്നു, എന്തേ ഗ്ലാമർ കൂടിയിട്ടുണ്ടോ, എന്തേ വല്ലാത്ത ഒരു പ്രകാശമാണല്ലോ, വല്ലാത്ത ഒരു സന്തോഷമാണല്ലോ. പക്ഷേ സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരാളുടെ മുഖത്തൊരു പ്രകാശം കാണില്ല, ഈമാനിന്റെ ഒരു പ്രകാശം അവന്റെ മുഖത്തുണ്ടാകില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ മുഖത്ത് അല്ലാഹു പ്രകാശം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലരെ കാണുമ്പോ
കാണുമ്പോ അറിയാതെ എഴുന്നേക്കുമല്ലോ. മാണിക്കോത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ ചില ഹാജിയാക്കന്മാരെ കാണുമ്പോ, ചില വാപ്പമാരെ കാണുമ്പോ കയ്യിൽ പിടിച്ചിട്ട് പറയും ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അതാ ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു ഹാജിയാര് കടന്നു വരുമ്പോ അറിയാതെ നമ്മളിൽ പലരും എഴുന്നേറ്റ് പോകുന്നില്ല, അവരെ ബഹുമാനിക്കുന്നില്ല, അവരെ ആദരിക്കുന്നില്ല. എങ്കിലും പടച്ചവനെ, ജനങ്ങൾ എന്നെ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന പലരെയും പലര് അവിടുന്ന് ബഹുമാനിക്കാറില്ല, അവിടുന്ന് ആദരിക്കാറില്ല. പടച്ചവനെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാ, അത് പടച്ച റബ്ബ് അവർക്ക് കൊടുക്കുന്ന ഒരു പദവിയാ. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല, അത് പണം കൊടുത്ത് വാങ്ങിയതല്ല, ആളെ കൂട്ടി വാങ്ങിയതല്ല, കുടുംബ മഹിമ കൊണ്ട് നേടിയതല്ല. അത് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട്, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്നപ്പോ അതിനു പകരമായിട്ട് അല്ലാഹു കൊടുത്ത ഒരു അടയാളമാണ്. പടച്ചവനെ, അവരുടെ മുഖത്ത് കാണുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാണുന്ന ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാണുന്ന ഒരു ഐശ്വര്യമുണ്ടല്ലോ, അത് സുജൂദ് ചെയ്തതിന് പടച്ച റബ്ബ് കൊടുത്തതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അവരുടെ മുഖത്ത് അടയാളം കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അത് ദുനിയാവിലെ മാത്രമല്ലല്ലോ, അത് ദുനിയാവിലെ മാത്രമല്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉമ്മതി യൗമൽ ഖിയാമത്തി ഖുർറൻ മിനസ് സുജൂദ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നബി തങ്ങൾ പറയുകയാ, സുജൂദ് ചെയ്ത മനുഷ്യ, നിന്റെ മുഖം പ്രകാശിക്കുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്ത്തിയ നിന്റെ തലയുണ്ടല്ലോ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, ആ മുഖം പ്രകാശിക്കുന്ന രീതിയിലാണ് പരലോകത്തേക്ക് പടച്ച റബ്ബ് നിന്നെ കൊണ്ടുവരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ പടച്ചവനെ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, സുജൂദ് ചെയ്താൽ ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എല്ലാരും പടച്ചവനെ പറയുന്ന, ഉസ്താദേ ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും രോഗങ്ങളുമല്ല ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന ഉസ്താദേ, അല്ലാഹു എന്റെ ദുആയ്ക്ക് ഉത്തരം തരുന്നില്ലല്ലോ, എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എന്റെ ദുഃഖം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് വരുന്നില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നില്ലല്ലോ, എനിക്ക് വർഷങ്ങളായിട്ട് മക്കളില്ലല്ലോ, പടച്ചവനെ എനിക്കൊരു നല്ല ജീവിതമില്ലല്ലോ. പരാതി പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ആ പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതാ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതെന്നറിയോ? അല്ലാഹു പറയുകയാ, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരാൾ
ഒരാള് സുജൂദിൽ കിടക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അടുപ്പത്തിലാകുന്നത്. അള്ളാഹുവിനോട് അടുക്കുന്ന സമയമാണോ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, എന്റെ മുമ്പിലല്ലാതെ ലോകത്തൊരാളുടെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ. ആ സുജൂദിൽ കിടക്കുന്ന സമയത്താണ് ഒരാള് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ദുആഇനെ വർദ്ധിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുന്ന് പഠിപ്പിക്കുമ്പോ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ച് സങ്കടം പറയുന്നവര് ഇന്നുവരെ നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നാൽ സുജൂദ് ചെയ്യുന്നവന്റെ അവസ്ഥ എന്തെന്നറിയുവോ? കാക്ക കുത്തുന്നത് പോലെ കുത്തികെട്ട് ഓടുകയാ. സമാധാനത്തോടുകൂടി പടച്ചവനെ ഒന്ന് സുജൂദ് ചെയ്യുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് സമാധാനത്തോടുകൂടി സുജൂദ് ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സുജൂദ് ചെയ്തിട്ട് കരയടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഅക്സിർ ദുആ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടേ. ജീവിതത്തിലെ കടം മാറാത്തവർ, രോഗം മാറാത്തവർ, പ്രയാസം മാറാത്തവർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്ന് സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടോ. പരിശുദ്ധമായ ഹറമിൽ ഞാൻ ഉംറയ്ക്ക് പോയി. കഅബാലയത്തിൽ ചെന്ന് ഉംറയുടെ തവാഫ് കഴിഞ്ഞു. മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിസ്കരിക്കുമ്പോ ഒരു വാപ്പ സുജൂദിൽ കിടന്ന് കരയുകയാ. ഒരു വാപ്പ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ അത്ഭുതമാവുകയാണ്. ആ വാപ്പ ഇങ്ങനെ ദുആ ചെയ്യുന്നത് എന്താണ്? ഞാനും ഇങ്ങനെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ കിടക്കുമ്പോ ആ വാപ്പ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എന്റെ പൊന്നുമകന്റെ കള്ളുകുടി നീയൊന്നു മാറ്റണേ അല്ലാ. എത്ര പറഞ്ഞിട്ടും എന്റെ പൊന്നുമകൻ നന്നാകുന്നില്ല പടച്ചവര്. ആരൊക്കെ ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ല പടച്ചവര്. എന്നെ ചീത്ത വിളിക്കുന്നു അല്ലാ, എന്നെ തല്ലാൻ കൈവെക്കുന്നു അല്ലാ. സുജൂദിൽ കിടന്ന് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. ആ പിതാവ് സുജൂദിൽ കിടന്ന് മഖാം ഇബ്രാഹിമിന്റെ മുറ്റത്ത് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, എന്റെ മകനെ നീയൊന്ന് നന്നാക്കണേ പടച്ചവര്. ആ ഉപ്പ എഴുന്നേറ്റു. ആ ഉപ്പ എവിടെന്ന് എഴുന്നേറ്റു. ഞാൻ എവിടെന്ന് കയ്യിൽ പിടിച്ചു പരിചയപ്പെട്ടു. ആ സമയത്ത് ആ ഉപ്പ പറയുന്നു, ഉസ്താദേ, സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വെയിലത്ത് ഇവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ജീവിതത്തിലെ പ്രയാസം മാറണോ? നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണോ? ഒരിക്കലെങ്കിലും നീയൊന്ന് സുജൂദിലേക്ക് വീട്. എല്ലാ അവയവങ്ങളും സുജൂദിൽ 7 അവയവമാണല്ലോ. ഈ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നീ താഴ്ത്തി അങ്ങ് വെച്ചിട്ട് ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവോട് പറ, മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിന്റെ വേളയാ. അതുകൊണ്ട് ദുആ ചെയ്താ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് നിങ്ങളോട് പറയുകയാ, നിങ്ങൾ സുജൂദ് ചെയ്യടോ. ആ സുജൂദിന്റെ വേളയിലാണ് ദുആ ചെയ്യേണ്ടത്. അഹങ്കാരമില്ലല്ലോ, നിനക്ക് താഴ്മയാണല്ലോ, നീ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, ആരും കാണുന്നു എന്നുള്ള ചിന്തയില്ലല്ലോ. എല്ലാം കളഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ എന്റെ റബ്ബും ഞാൻ നിന്റെ അടിമയുമാണെന്ന് പടച്ചവനോട് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്താ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ജീവിതത്തിലെ പ്രയാസം പറയുന്ന വാപ്പാ,
കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ, നിന്റെ രോഗം മാറണോ, നിന്റെ കടം മാറണോ, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന മാണിക്കോത്തിന്റെ പരിസരത്തുള്ള പെങ്ങള് പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ലൈറ്റ് അണച്ചിട്ട് നിസ്കാരപ്പായിൽ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറനാഥാ അല്ലാഹുവേ നീ എനിക്ക് മക്കളെ തരണേ അല്ലാ, എന്റെ കടം മാറ്റണേ അല്ലാ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലോ, എനിക്ക് നല്ല ഒരു ജീവിതം തരണേ അല്ലോ, എന്നെ അറുത്ത് മുറിക്കല്ലേ അല്ലാ, എന്റെ ജോലിയിൽ അഭിവൃദ്ധി തരണേ അല്ലോ, എല്ലാവിധ ശർറ മുസീബത്തുകളും മാറ്റണേ അല്ലോ. സുജൂദിൽ കിടന്ന് കരയടോ, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടോ, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് സുജൂദിന്റെ 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരാൾക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന സമയം അത് സുജൂദിന്റെ സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സുജൂദിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം എന്താ? ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തവരാണ്. ഞാനും നിങ്ങളും തെറ്റ് ചെയ്തവരാണ്. ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണല്ലോ. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണമെന്നുണ്ട്, എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളയണമെന്നുണ്ട്, എനിക്കും നന്നാകണം ഉസ്താദേ എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ പോരെ? ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായി പരസ്യമായി ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കഴുകിക്കളയാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. നിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യൻ ഉളുവെടുത്തിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാണ്. പടച്ചറപ്പേ, ആ മനുഷ്യൻ സുജൂദിലേക്ക് ചെന്നാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പിരടിയുടെ മുകളിൽ വരികയാണ്, അവന്റെ തലയുടെ മുകളിലേക്ക് വരികയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. നീ സുജൂദിലേക്ക് ചെന്നാ, നീ സുജൂദിലേക്ക് വീണാ, നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വാപ്പാ, സുജൂദ് ചെയ് വാപ്പാ, സുജൂദ് ചെയ് ചെറുപ്പക്കാരാ, നിന്റെ സുജൂദിനെ നീ ദീർഘിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. സുജൂദിൽ കിടക്കുമ്പോ അതാ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ അവിടെന്ന് പൊഴിഞ്ഞു വീഴുകയാ. റബ്ബേ, പാപം പൊറുക്കുന്ന ഒരു എളുപ്പ വഴിയാണ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പ വഴിയാണ് റബ്ബേ സുജൂദ് ചെയ്യലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ സുജൂദിനെ ദീർഘിപ്പിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ, സുജൂദിൽ കിടക്കടാ ചെറുപ്പക്കാരാ. കള്ളു കുടിച്ചല്ലോ, കഞ്ചാവടിച്ചല്ലോ, മയക്കുമരുന്ന് ഉപയോഗിച്ചല്ലോ, ഒരുപാട് നിസ്കാരങ്ങളെ കഥയാക്കിയല്ലോ, വ്യഭിചരിച്ചില്ലേ ചെറുപ്പക്കാരാ, പലിശ തിന്നില്ലേ ചെറുപ്പക്കാരാ, പടച്ചറപ്പിനെ
മറന്നുകൊണ്ട് എന്തെല്ലാ പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തവനോ ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണ്ട്, ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാകണ്ട്, ഈ പാപങ്ങളൊക്കെ പൊറുക്കണ്ടേ മോനെ. ഒരു മനുഷ്യന് സുജൂദിൽ കിടന്ന അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നിസാരമല്ല ചെറുപ്പക്കാരാ. നിസ്കാരമെന്ന് പറയുന്നത് നിസാരമല്ല, സുജൂദ് എന്ന് പറയുന്നത് നിസാരമല്ല. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ അവയവങ്ങളെല്ലാം സുജൂദ് ചെയ്യണമല്ലോ. നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, രണ്ട് കൈപ്പത്തിയുണ്ടല്ലോ, കാലിന്റെ മുട്ടുകളുണ്ടല്ലോ, കാലിന്റെ വിരലുകളുണ്ടല്ലോ, ഇതെല്ലാം സുജൂദ് ചെയ്യണേ, ഇതെല്ലാം സുജൂദ് ചെയ്യണേ. ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാൽ, ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാ ആ അവയവം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ ഇവന് സുജൂദ് ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല അല്ലാ. സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരില് മൂക്ക് നീ ഭൂമിയിൽ മുട്ടിച്ചില്ലെങ്കിൽ ആ മൂക്ക് കരയുകയാണ്, നിനക്കെതിരെ ദുആ ചെയ്യുകയാ. നിങ്ങൾക്ക് സുജൂദിന്റെ വിലയറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ അവന്റെ ചാരത്തൊരു മലക്ക് നൽകുകയാണ്. ഒരാള് നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന അതാ ഒരു മലക്ക് അവന്റെ വലതുഭാഗത്ത്, ഇബ്ലീസ് ഇടതുഭാഗത്ത്. പടച്ചവനെ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇഖ്ലാസോടെ ആത്മാർത്ഥമായി പടച്ച റബ്ബേ നിസ്കരിച്ച നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യരോട് അല്ലാഹുവേ നാളെ സുബഹിക്ക് പള്ളിയിൽ വന്ന ഖതീബിന്റെ പുറകിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു, അവിടെ നിന്ന് സലാം വീട്ടി, എന്നിട്ട് നീ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്നിട്ട് മലക്ക് പറയുകയാ, മനുഷ്യ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ പോകുന്ന വഴിയിൽ നീ മരിച്ച സ്വർഗത്തിലാ. നാളെ ഈ പള്ളിക്കകത്ത് സുബഹി നമസ്കരിക്കാൻ വരുന്ന ചിലര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള സന്തോഷ വാർത്ത അവരോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ പടച്ചവനെ രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, നഷ്ടവാളി, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, പാവങ്ങളെ കഴുകിക്കളഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം പാഴാക്കി കളഞ്ഞല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് നീ മരണപ്പെട്ടാൽ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചറബ്ബേ, ഒന്നവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു അവന് പദവി കൊടുക്കുകയാണ്, സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ചെറുപ്പക്കാരാ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മഹാ
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കണമല്ലോ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നടന്നു പോകും തങ്ങളുടെ ഖാദിമായി പോകുന്ന ചെറുപ്പക്കാരനാ, അല്ലാഹുവിന്റെ പ്രവാചക ചെറുപ്പക്കാരനാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യാത്ര പോയി. നബി തങ്ങൾ രാത്രി കിടക്കുമ്പോ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന് കാവലിരിക്കുകയാ. നബി തങ്ങൾക്ക് അവിടുന്ന് അവിടുന്ന് ഒതുപെടുക്കണമല്ലോ. നബി തങ്ങൾ നോക്കുമ്പോ വല്ലാത്ത തണുപ്പാ, വല്ലാത്ത തണുപ്പാട്. നബി തങ്ങൾ അവിടുന്ന് ചിന്തിക്കുന്നു, റബ്ബേ അല്ലാ, എങ്ങനെയാ അല്ലാ പടച്ചോ. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചൂടുവെള്ളവുമായി കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ചൂടുവെള്ളവുമായിട്ട് അവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്ന, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയേ ചൂടുവെള്ളം ഒതുവെടുക്കാറ്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാണ്. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ രാത്രി അവിടം ഉറങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒതുവെടുക്കുന്നതിന് വേണ്ടി കൊടുക്കാ വീടിന്റെ പുറത്ത് വെള്ളവും തയ്യാറാക്കി കാത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടം അത്ഭുതപ്പെടുകയാണ്. എന്തൊരു സ്നേഹമാ പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ എന്നോട് എന്ത് സ്നേഹമാ പടച്ചവന്. ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. കാരണം ആ ചെറുപ്പക്കാരൻ നബിതങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ ആ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂലിന് സ്നേഹം കൂടിയപ്പോ അവിടുന്ന് ചോദിക്കുന്നു, റബിയ നിനക്കെന്ത് വേണം റബിയ, മോനെ നിനക്കെന്താണ് വേണ്ടത്, നീ എന്ത് വേണമെങ്കിലും ചോദിക്ക്, ഞാൻ നിനക്ക് തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫതക ഫിൽ ജന്ന. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്ത് ചോദിച്ചാലും തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത് സമ്പത്തായിരുന്നില്ലോ, അധികാരമായിരുന്നില്ലോ, കേറിക്കിടക്കാ വീടായിരുന്നില്ലോ, കഴിക്കാ ഭക്ഷണമായിരുന്നില്ലോ, ധരിക്കാ വസ്ത്രമായിരുന്നില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബി തങ്ങളേ, എനിക്ക് സ്വർഗത്തിനങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിനും അങ്ങയുടെ കൂടെ ഇതുപോലെ നടക്കണം നബിയേ, എനിക്ക് അങ്ങയുടെ സാമീപ്യം വേണം നബിയേ, അല്ലാഹുവിന്റെ സ്വർഗത്തിനും എനിക്ക് അങ്ങയുടെ കൂടെ കടന്നു വരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രതീക്ഷിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാ, ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കടാ ചെറുപ്പക്കാരാ. ഈ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കലല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? ഈ ദുനിയാവിന് നിനക്ക് എന്തെങ്കിലും വേണോ? എന്ത് ചോദിച്ചാലും തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ നബിയേ, സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കണമെന്നാണ് പറയുന്നത്. നബി തങ്ങളോട് പറയുകയാ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എന്റെ ആഗ്രഹം അതാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ, സ്വർഗത്തിൽ നാളെ എന്റെ കൂടെ നടക്കണോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ? നടക്കാ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഫഅനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നബി തങ്ങൾ പറയുന്നു, റബിയ, സുജൂദിനെ അധികരിപ്പിക്കണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നമസ്കരിക്കടാ പൊന്നുമോര്, നിന്റെ കഴിവിന്റെ പരമാവധി നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ സുജൂദുകൾ ചെയ്യൂ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, നിസ്കരിക്കടാ റബിയ. നാളെ ആരാരും തിരിഞ്ഞു നോക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചു നിന്നെ ഞാൻ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാ. നീ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കാ റബിയ. അതിനവിടുന്ന് സുജൂദുകൾ അധികരിപ്പിക്കാൻ നബി തങ്ങൾ പറയുമ്പോ, പടച്ചറപ്പേ, വഴുത് കേൾക്കാമെന്ന ചെറുപ്പക്കാരാ, ഈ ഉറൂസിനെ കിടന്ന് വന്നിട്ട് അല്ലാഹുവിന്റെ ആരിഫായ ഒരു മഹാനിന്റെ ഉറൂസിൽ വന്നിട്ട് അവസാന ദിവസം വഅദിന്റെ മജ്ലിസിൽ വന്നിരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഒരാമീൻ പോലും പറയാ മനസ്സില്ലാതെ റോഡിലൂടെ തെക്ക് വടക്ക് കടകൾ കേറിയിറങ്ങി നടക്കുന്ന പെങ്ങള്, പർച്ചേസ് നടത്താൻ ഒരുപാട് അവസരമുണ്ട് മോള്, അതിനൊരുപാട് മാർഗമുണ്ട് മോള്. പക്ഷേ അല്ലാഹുവിന്റെ ആരിഫായ ഒരു മഹാനിന്റെ ഉറൂസിന് വന്നിട്ട്, മോളെ, അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു അവസരം തരുമ്പോ മജ്ലിസിനകത്ത് കേറിയിരുന്ന പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ മനസ്സില്ലാതെ നടക്കുന്ന പെങ്ങള്, എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സ്വർഗം തരാമെന്നല്ലോ, നബി തങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയോ, നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ഒരു മനുഷ്യനും ചിന്തിച്ചാൽ അവന് പിടികിട്ടാത്ത, നിന്റെ ചിന്തകൾക്കപ്പുറത്ത് നീയൊക്കെ സ്വപ്നത്തിൽ പോലും കാണാത്ത പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ, എന്റെ കൂട്ടുകാരനാകണോ, എന്റെ സാമീപ്യം നിനക്ക് വേണോ? നബി തങ്ങൾ പറയുകയാ, നിസ്കരിക്കണോ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരായി സ്വർഗത്തിൽ നടക്കണോ ചെറുപ്പക്കാരാ? അതിന് നീ പണം കൊടുക്കാൻ അല്ലാഹു പറഞ്ഞില്ല, ഉറക്കമൊഴിയാൻ അല്ലാഹു നിന്നോട് പറഞ്ഞില്ല, രാവും പകലും തലകുത്തിക്കിടന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുന്നില്ല. മണിക്കൂത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം 5 നേരം 5 സമയങ്ങളിൽ ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിച്ച് പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയുമോ ചെറുപ്പക്കാരാ? വാപ്പാ, നിനക്ക് സമയമുണ്ടോ? എന്റെ ഉപ്പമാരെ, സമയമുണ്ടോ? ഈ പള്ളിയുടെ പരിസരത്ത് കിടന്നാൽ നിസ്കരിക്കാൻ വരാത്തവരുണ്ടല്ലോ. ഇന്ന് പടച്ചവനെ, ഈ നാടൊക്കെ മാറിയല്ലോ, 2 സൈഡിലും വലിയ വലിയ കടകളാണല്ലോ.
ഈ കടയിൽ കച്ചവടം ചെയ്യുന്നത് ഏകദേശമുള്ളവര് മുഴുവനും മുസ്ലിമീങ്ങളാണല്ലോ. സഹോദര, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ നിസ്കരിക്കാൻ എത്ര കച്ചവടക്കാരാണ് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ചാരത്ത് കടന്നിട്ട് പോലും വരാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ടാണോ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഒരുപാട് ദൂരമുള്ള വീടുകളിൽ നിന്ന് വാപ്പമാര് നടന്ന് നടന്ന് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നിസ്കരിക്കാൻ വരുന്നുണ്ടല്ലോ. 5 നേരം നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ട് പോലും നിസ്കരിക്കാൻ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ. മോനെ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയിട്ട് ആ സ്വർഗമൊന്ന് കാണാനോ ആ സ്വർഗത്തിൽ നിന്ന് ചോദിക്കുവാനോ ആ സ്വർഗത്തിന്റെ പരിമളം പോലും ഒന്നടിക്കാനുള്ള, ഒന്ന് ശ്വസിക്കാനുള്ള യോഗ്യതയെങ്കിലും നേടിയെടുക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടുന്ന് പറയുന്നു, റബിയ, സ്വർഗത്തിലെ നാളെ എന്റെ സാമീപ്യം നിനക്ക് വേണോ? സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവിടുന്ന് നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ. പടച്ചവനെ, സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഉസ്താദേ, കടയിൽ കച്ചവടമില്ല, വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവര്, ജീവിതത്തിൽ സമാധാനമില്ലെന്ന് പറയുന്നവര്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിലധികം പേർക്ക് നിസ്കരിക്കാൻ വയ്യ, പള്ളിയിൽ വരാൻ വയ്യ. ലൈന ശകറതും ലഅസീദന്നകും വലൈന കഫറതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആരാ നിനക്ക് കച്ചവടം തന്നത്? ആരാണ് നിനക്ക് കട തന്നത്? ആരാ നിനക്ക് സമ്പത്ത് തന്നത്? ആരാ നിനക്ക് ആരോഗ്യം തന്നത്? പടച്ച റബ്ബല്ലേ സഹോദരാ. നിനക്കെല്ലാം വാരിക്കോരി തന്നത് പടച്ച റബ്ബല്ലേ. അല്ലാഹുവിനെ മറന്ന, അല്ലാഹുവിന് നന്ദി കാണിക്കാതെ വന്നാൽ, എടാ, റോഡിലൂടെ നടന്നു പോകുന്ന നിന്റെ വീടിന്റെ മുമ്പിലൂടെ, നിന്റെ കടയുടെ മുമ്പിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആ നടന്നു പോകുന്ന ഒരു നായിക്ക് നീ തിന്നാ ഭക്ഷണം കൊടുത്തു നോക്ക്, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു നോക്ക്. നിന്നെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും അതവിടെ നിന്ന് വാല് കാട്ടിയിട്ട് നന്ദി കാണിക്കുമല്ലോ. പക്ഷേ നിനക്ക് അല്ലാഹു എല്ലാം വാരിക്കോരി തന്നു കഴിഞ്ഞപ്പോ ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ 5 നേരം ചെന്ന് സുജൂദ് ചെയ്യാനും മനസ്സില്ലാത്തവര്, അല്ലാഹുവിനെ തരാ മാത്രമല്ല വാപ്പാ, അല്ലാഹുവിനെ തരാ മാത്രമല്ല ചെറുപ്പക്കാരാ, തന്നത് തിരിച്ചെടുക്കാനും അല്ലാഹുവിന് പവറുണ്ടെന്ന് നീയൊക്കെ മറന്നു പോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ സ്വർഗം വേണോ? പടച്ചവനെ, മക്കാമിൽ നിന്ന് ഇറങ്ങുമ്പോ ഭക്ഷണം കഴിക്കുന്ന ഇസ്മായിലിന്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോ പല ചെറുപ്പക്കാരും മുടിവര വളർത്തിയിട്ട്, ഈ ചെറുപ്പക്കാര് പോലും അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ, ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ, ഈമാനുള്ളവര് മരണം കെട്ടാൻ ദുആ ചെയ്യണേ. പറഞ്ഞ പല ചെറുപ്പക്കാരുടെയും പാന്റ് വല്ലാതെ കീറിക്കിടക്കുകയാണ്. ഔറത്ത് പോലും തുറന്നിട്ടിരിക്കുന്ന പാൻറിട്ട ചെറുപ്പക്കാര്, പെണ്ണുങ്ങളെ പോലെ പൊടി വളർത്തിയ ചെറുപ്പക്കാര്. പടച്ചവനെ പറയുന്നത്, ഉസ്താദേ, ഈമാനുള്ള മരണത്തിന് വേണ്ടി ദുആ ചെയ്യണേ, ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ, നീ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കുറ്റം പറയുകയല്ല ചെറുപ്പക്കാരാ, അല്ലാഹുവോട് ഞാനും നിങ്ങളും എല്ലാവരും ചോദിക്കുന്നു, നല്ല മരണം താ, നല്ല മരണം താ. സാധാരണ മരണം പോരാ, സാധാരണ മരണം പോരാ, വെള്ളിയാഴ്ച മരിക്കണം, ഷഹീദിനെ പോലെ മരിക്കണം, ഒളുവോടുകൂടി മരിക്കണം, സ്വർഗം കണ്ടിട്ട് മരിക്കണം, തൗബ ചെയ്തിട്ട് മരിക്കണം, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കണം, നബിതങ്ങളെ കാണണം, ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടാകണം, മരണവേദന കുറയണം. ചെറുതൊന്നുമല്ല അല്ലാഹുവോട് ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അതുകൊണ്ട് പറയുകയാ, നിസ്കരിക്കുക വാപ്പമാരെ,
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കടാ. നിസ്കരിച്ചു കഴിഞ്ഞാ അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് ഭക്ഷണം തരുമല്ലോ. പടച്ചവനെ, മനോഹരമായ ഒരു മരണം അല്ലാഹു തരുമല്ലോ. എടാ, ഏത് രീതിയിലും അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമല്ലോ. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. രാവും പകലും കടന്ന് കഷ്ടപ്പെടുന്ന യുവത്വേ, എങ്ങനെയെങ്കിലും കുടുംബത്തെ പോറ്റാൻ നെട്ടോട്ടമോടുന്ന ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹു എങ്ങനെയാണ് ഭക്ഷണം തരുന്നതിനുള്ള ചരിത്രം ഞാൻ പറഞ്ഞു തരാ. പടച്ചവനെ, ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കളെ പിടിച്ചു കൊണ്ടുവരികയാണ്. ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബേ, മതം മാറിയിട്ട് ഞങ്ങളുടെ കൂടെ കടന്നു പാടാ. ഈ പുതിയ മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വാ. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും ഹുബൈബ്, നിന്നെ ഞങ്ങൾ കൊന്നുകളയും ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്, അല്ലാഹുവിന്റെ റസൂലാണ് എനിക്ക് വലുത്. പടച്ചവനെ, ഹുബൈബിനോട് അവര് പറഞ്ഞു, ഹുബൈബേ, നിന്നെ ഞങ്ങൾ കൊല്ലുമടാ. എന്ത് പറഞ്ഞിട്ടും ഹുബൈബ് മതം മാറുന്നില്ല. അവസാനം അവര് തീരുമാനമെടുത്തു, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ. എല്ലാവരും പറഞ്ഞു, അതാ തൂക്കുകയറ് റെഡിയാക്കാൻ. ഹുബൈബിന് പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കരുത്. ഹുബൈബിനെ കൊണ്ടുപോയി ജയിലിലടയ്ക്കാൻ പറയുകയാണ്. ചെറുപ്പക്കാരനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിനകത്ത് കൊണ്ടടച്ചിട്ടിരിക്കുകയാണ്. ഒരു തുണ്ട് കുടിക്കാൻ അല്പം വെള്ളമോ ഭക്ഷണമോ കൊടുക്കാൻ പാടില്ല. ഹുബൈബ് പട്ടിണി കിടക്കട്ടെ. ഹുബൈബിന്റെ ജയിലിന്റെ മുമ്പിലാണ് തൂക്കുകയറ് റെഡിയാക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാം. തന്റെ റൂമിന്റെ മുമ്പിൽ, തന്റെ ജയിലിന്റെ മുമ്പിൽ തൂക്കിക്കൊല്ലാനുള്ള കയറിങ്ങനെ കെട്ടുന്നത് ഹുബൈബിന് കാണാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ജയിലിനകത്ത് കിടക്കുകയാ. അപ്പോഴാണ് ശത്രുവിന്റെ മകളുണ്ടല്ലോ, ശത്രുവിന്റെ മകളുടെ ചെറിയ കുഞ്ഞുണ്ടല്ലോ, പടച്ചവനെ, വീടിനകത്ത് നിന്ന് ഇറങ്ങി പോകുകയാണ്. ആ പാല് കുടിക്കുന്ന ചെറിയ കുഞ്ഞുണ്ടല്ലോ, ആ ചെറിയ കുഞ്ഞിങ്ങനെ നടന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അടച്ചിട്ടിരിക്കുന്ന ജയിലിനകത്ത് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, കുഞ്ഞിനെ കാണാതെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവന്റെ പെങ്ങളുണ്ടല്ലോ, പടച്ചവനെ, അവിടുന്ന് കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു നടക്കുകയാ. അവസാനം തെരഞ്ഞു വരുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിലാ കുഞ്ഞിങ്ങനെ ഇരിക്കുകയാ. ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയുണ്ട്. ശത്രുവിന്റെ മകളുടെ മോന് കഥാ മടിത്തട്ടിലിരിക്കുകയാണ്. ആ പെണ്ണിന് വല്ലാത്ത പേടിയായി. ഹുബൈബ് എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്ന് പേടിയായി. റബ്ബേ, അവസാനം ആ പെണ്ണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ ഹുബൈബ് തങ്ങളെ നഖം വെട്ടുകയാ. തൂക്കിക്കൊല്ലാൻ പോകുകയല്ലേ, അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നഖമിങ്ങനെ വെട്ടുകയാണ്. ഹുബൈബ് തങ്ങളുടെ മടിത്തട്ടിലാ കുഞ്ഞിരിക്കുന്നുണ്ട്. ഹുബൈബ് തങ്ങളൊന്നും ചെയ്തില്ല. ആ പെണ്ണ് പറയുകയാണ്, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ആ പെണ്ണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന, ഹുബൈബിനെക്കാലം നല്ല ഒരു, അതിനെക്കാല ഹുബൈബിനെ പോലെ ഒരു നല്ല അടിമയെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഹുബൈബ് തങ്ങൾ ആ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് നഖം വെട്ടുകയാ. എന്തിനാ? ഒരുങ്ങുകയാണ്, മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പടച്ചവനെ, ആ പെണ്ണ് പറയുകയാ, ഞാൻ ഹുബൈബിന്റെ ജയിലിനകത്ത് കടന്നു ചെല്ലുമ്പോ കടിക്കാൻ ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബിന്റെ മുന്നിൽ ചെല്ലുമ്പോ ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരിയിരിപ്പുണ്ട്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജയിലിനകത്ത് ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരിയിരിപ്പുണ്ട്. ആ പെണ്ണ് പറയുകയാ, ആ സമയത്ത് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയമാ. ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ ജയിലിനകത്തിരുന്ന് മുന്തിരി തിന്നുന്നത് ഞാൻ കണ്ടു എന്ന് ചരിത്രം
ചരിത്രം പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ, ഉബൈബിന് ഭക്ഷണം കൊടുത്തത് ആരാടാ? പടച്ച റബ്ബല്ലേ. എന്തിനാ ഹുബൈബിന് കൊടുത്തതെന്നറിയോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ നിന്റെ അവസാനത്തെ മോഹമെന്താ? നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഞാൻ പറഞ്ഞാ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? അവര് പറഞ്ഞു, നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തൂക്കിലേറ്റുന്നതിന് മുമ്പ് പറഞ്ഞ ആഗ്രഹം എന്തെന്നറിയോ? എന്നെ വെറുതെ വിടണമെന്നല്ലോ, എന്നെ കൊല്ലരുതെന്നല്ലോ. ഹുബൈബ് തങ്ങൾ പറയുന്നു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കണം, എന്നെനിക്കൊന്ന് സുജൂദ് ചെയ്യണം. എന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് വേണം എനിക്ക് കഴുകുമരത്തിൽ കയറാൻ. എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ശത്രുക്കൾ അവിടെ നിന്ന് സമ്മതിക്കുകയാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല ഒതുപെടുത്തിട്ട് വന്ന് 2 റക്അത്ത് നിസ്കരിച്ചടാ ചെറുപ്പക്കാരാ. അവിടെ നിന്ന് പെട്ടെന്ന് നമസ്കരിച്ചു. എന്നിട്ട് സ്വലാം വീട്ടി, എന്നിട്ട് സുജൂദിൽ കിടന്നു. എന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ആദ്യമായിട്ടാ ചെറുതോതി നിസ്കരിച്ചത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മോഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മതിയായിട്ടല്ല. ഹുബൈബ് എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്. അന്ന് ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവോട് പറയുന്ന, റബ്ബേ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമസ്കാരം പെട്ടെന്ന് നിർത്താനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നമസ്കാരം നീണ്ടാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. മരിക്കാൻ പേടിച്ചിട്ടാണ് ഞാൻ നിസ്കാരം നീട്ടിയതെന്ന് ഇവന്മാര് ചിന്തിക്കും. പടച്ചവര്, എനിക്കൊരു പേടിയുമില്ല അല്ലാ, എനിക്കൊരു പേടിയുമില്ല അല്ലാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്ന് പടച്ച റബ്ബിനോട് യാത്ര പറയുകയാ. എഴുന്നേറ്റടാ ചെറുപ്പക്കാരാ. തൂക്കിയിട്ടിരിക്കുന്ന കഴുകുമരത്തിലേക്ക് തൂക്കുകയറിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഹുബൈബ് തങ്ങളുടെ കാല് കെട്ടി, ഹുബൈബ് തങ്ങളുടെ കൈ കെട്ടി. ശത്രുക്കൾ പറഞ്ഞു, അവൻ ചാകുന്നത് അവന്റെ മുഖം ഞങ്ങൾക്ക് കാണണം, അവന്റെ മുഖം മറയ്ക്കാൻ പാടില്ല. ഹുബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടിയിട്ട് കഴുത്തിൽ കയറിട്ടു. എന്നിട്ട് കയറിങ്ങനെ മുറുക്കുകയാ. ഹുബൈബ് തങ്ങളോട് ശത്രുക്കൾ വന്നു പറഞ്ഞു, ഹുബൈബേ ചെറുപ്രായമാടാ ഹുബൈബേ, ഇപ്പോഴേ മരിക്കണോ ഹുബൈബേ? നീ മതം മാറണ്ട, നീ ഇസ്ലാം മതം വലിച്ചെറിയണ്ട. മുഹമ്മദിന് ഒരു മോശമായ ഒരു വാക്കു പറ. അല്ലാഹുവിന്റെ റസൂലിന്, മുഹമ്മദ് നബിയെ കുറിച്ച് എന്തെങ്കിലും മോശമായ ഒരു വാക്ക് പറ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാമടാ ഹുബൈബ്. ഹുബൈബ് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ പറയൂല. ശത്രുക്കൾ ദേഷ്യമായി ഹുബൈബ് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുന്തം ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. ജീവനുള്ള ചെറുപ്പക്കാരന്റെ ശരീരത്ത് നിന്ന് ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല. ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഉപൈബദങ്ങള് കരയുകയാണ്, ഉപൈബദങ്ങള് കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ താഴെ നിന്നവന്മാരെ കളിയാക്കുകയാ. കരയുകയാണോ ഹുബൈബ്? ഹുബൈബിനെ പരിഹസിക്കുകയാണ്. പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. ഉപൈബദങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ
സഹിക്കാൻ കഴിയാതെ ഉബൈബ റളിയല്ലാഹു തആല അൻഹു പിടയുകയാ. അപ്പോഴാ വരുന്നടാ ചെറുപ്പക്കാരാ, അല്ലാഹുവേ, കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിന്റെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിനോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന, ഹുബൈബേ, വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബേ, ശഹാദത്ത് കലിമ വിളിച്ചു പറയാൻ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാളത്തിൽ പിടയുമ്പോ ഹുബൈബ് കരയുന്നത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവന്മാര് കേൾക്ക്. ഹുബൈബ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ വിളിച്ചു പറയുകയോ. പേടിച്ചു പോയടാ. ചിരിച്ചു കൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് തെള്ളുകയോ. അവര് ഭയന്നു പോയല്ലോ, അവര് ഭയന്നു പോയല്ലോ. മലക്കുകൾ ചോദിക്കുന്ന, കരയുകയാണോ ഹുബൈബ്? കരയാതടാ ഹുബൈബ്. കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിന്റെ വാപ്പ മരിച്ചപ്പോ ചിരിച്ചതിന്റെ കാരണം നിനക്ക് മനസ്സിലായോ? അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാ, നിന്റെ വാപ്പ മരിക്കുന്ന സമയത്ത് 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ഉപ്പമാര് മരിച്ചല്ലോ, ഉമ്മമാര് മരിച്ചല്ലോ. നിങ്ങളാരും പറഞ്ഞു കൊടുക്കാതെ അവര് പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അവര് വിളിച്ചു പറഞ്ഞില്ലേ? എങ്ങനെ പറഞ്ഞതാണെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു കൊടുത്തു, പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ആള് വേണ്ട ചെറുപ്പക്കാരാ, ആള് വേണ്ട വാപ്പമാര്, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, ശഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട, മലക്കുകൾ പറഞ്ഞു തരുമല്ലോ. ചിരിക്കടാ ഹുബൈബേ. വാപ്പ ചിരിച്ചില്ലേ, ഉമ്മ ചിരിച്ചില്ലേ? മയ്യത്ത് ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. എല്ലാ മയ്യത്തുകളും ഓർമ്മയില്ല, ചില മയ്യത്തുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ചിരിച്ചുകൊണ്ട് കിടന്ന മയ്യത്ത് ഓർമ്മയില്ല. പല ഹാജിയാക്കന്മാരെയും കണ്ടിട്ടില്ല, പല ചെറുപ്പക്കാരെയും കണ്ടിട്ടില്ല, പല ഉമ്മമാരെയും കണ്ടിട്ടില്ല. ചിരിക്കുന്ന മുഖത്തോടെ കടന്നില്ലേ? അത് മലക്കുകൾ പറഞ്ഞു ചിരിക്കാൻ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളോട് പറഞ്ഞു, ഹുബൈബ് കിബിലയുടെ നേരെ തലവെക്കുകയാ. തൂക്കിലേറ്റുമ്പോഴും കിബിലയുടെ നേരെ തലവെച്ചു. ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു, അവന്റെ തല പിടിച്ച് തിരിക്ക്. അങ്ങനെ കിബിലയുടെ നേരെ നിന്നിട്ട് ചാകണ്ട. എത്ര നോക്കിയിട്ടും ഹുബൈബിന്റെ തല തിരിഞ്ഞില്ലടാ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെയാ ഹുബൈബ് തങ്ങളെ തല വെച്ചത്. ആ തല അതുപോലെ കിടന്നു. കഅബാലയത്തിന്റെ നേരെ തല വെച്ചിട്ടാ ഹുബൈബ് ഷഹീദായത്. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബ്, ആ ഹുബൈബിന്റെ ജനാസ കാണാ ശത്രുക്കളുടെ തിരക്കായിരുന്നു. കാരണം ഹുബൈബിന്റെ കണ്ണ് തള്ളിയിട്ടില്ല, മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല, ഹുബൈബിന്റെ കൈകാലുകൾ ഇങ്ങനെ പിടിച്ചിട്ടില്ല. ഹുബൈബ് ചിരിച്ചുകൊണ്ട് കിടക്കുകയാ.
ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ എന്തൊരു ചിരിയാടാ ഹുബൈബേ. ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, എത്രയോ പേര് ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായി. എന്റെ ചെറുപ്പക്കാരാ, നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണോ? അല്ലാഹുവേ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ പറഞ്ഞു, ഇവിടം നടിക്കാൻ വിടരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ഒറ്റ ഒരുത്തനെയും തൊടാൻ വിടരുത്. ഹുബൈബ് തങ്ങളുടെ ജനാസ ഇവിടെ തൂക്കിയിട്ട് കാവല് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി, നബി തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കുന്നതാരാ?